ഹായ്, കഴിഞ്ഞ ദിവസം സൈത്തൂൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ മൊയ്ൻ ഹുദവി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. അതൊരു റെസിഡൻഷ്യൽ സ്കൂൾ സിസ്റ്റമാണ്. സോ എസ്പെഷ്യലി ഗേൾസിന്റെ ക്യാമ്പസാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. സോ അവിടെ അദ്ദേഹം പറഞ്ഞു, സൈത്തൂനിൽ വരുന്ന സമയത്ത് കുട്ടികൾ കരയാറുണ്ട്, സൈത്തൂനിൽ നിന്ന് പോകുന്ന സമയത്തും കുട്ടികൾ കരയാറുണ്ട്. നമുക്കൊരു റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് കരയുന്നത് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരൊക്കെ വിട്ടിട്ട് നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഹോം സിക്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് അവർ വളരെ നല്ല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, അവർക്ക് ആവശ്യമുള്ള ഹോംലി ഫുഡും അതുപോലെ തന്നെ കെയറൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ കുട്ടികൾ വളരെ അറ്റാച്ച്ഡ് ആവും. സോ സ്വാഭാവികമായിട്ടും അവർ ആ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ക്യാമ്പസിൽ കുറച്ച് വർഷങ്ങൾ പഠിച്ചതിന് ശേഷം ആ ക്യാമ്പസ് ലീവ് ചെയ്യേണ്ടി വരും. പലപ്പോഴും 12th കഴിഞ്ഞ് പോകേണ്ടി വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർക്ക് നല്ല സങ്കടം ഉണ്ടാവും.